നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വീടുകളിലും സർക്കാരിൻ്റെ 30-ൽ പരം സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് വാർഷിക ഗുണഭോക്തൃ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2023-24 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് APL എന്നോ BPL എന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ആധാർ കാർഡുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷ വയ്ക്കാവുന്ന 30ഓളം ക്ഷേമ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. ഇതിൻ്റെ ധനസഹായം, അതോടൊപ്പം തന്നെ ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഉൾപ്പെടെ ഓരോ ബഡ്ജറ്റ് വിഹിതങ്ങൾ കൃത്യമായിട്ട് ഈ വർഷത്തെ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് തൊഴിൽ ദിനങ്ങളുടെ പ്രഖ്യാപനങ്ങൾ, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് 2024 ജനുവരി മാസം 14-ാം തീയതിയോടെ ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലുമെല്ലാം ഇപ്പോൾ വാർഡ് അടിസ്ഥാനത്തിൽ ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഇതിൽ പങ്കെടുത്തിരിക്കണം. കാരണം മുൻപ് നമ്മൾ സമർപ്പിച്ചിട്ടുള്ള വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കുന്ന ഒരു വേള കൂടിയായിട്ട് വേണം നിങ്ങൾ ഇതിനെ കണക്കാക്കാൻ. അതോടൊപ്പം തന്നെ 2024-25 വർഷത്തേക്കുള്ള പ്ലാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പുതിയ കർമ്മ പദ്ധതികളുടെ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. ലൈഫ് മിഷൻ പ്രോജക്റ്റിലേക്ക് അപേക്ഷ വെച്ച വ്യക്തികളുണ്ടാകും. ഇനി അതോടൊപ്പം തന്നെ ആവാസ് യോജന സ്കീമിന് കീഴിൽ ഭവനം നിർമ്മിക്കുന്നതിന് പാർപ്പിടം പണിയുന്നതിനെ സംബന്ധിച്ചുള്ള പ്രധാന അറിയിപ്പുകൾ ഈ സമയത്തുണ്ടാകും. ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ പുതുതായിട്ട് നടപ്പിലാക്കാൻ പോകുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ, കഴിഞ്ഞ വർഷം അപേക്ഷ വെച്ച വിവിധ ക്ഷേമ പദ്ധതികളുണ്ട്. നമുക്കറിയാം, വയോജനങ്ങൾക്കാണ് എങ്കിൽ കട്ടില്, കമ്പിളി പുതപ്പ്, അതോടൊപ്പം തന്നെ ഊന്നുവടിയെ, ഇനി ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് പ്രത്യേക സഹായ ഉപകരണങ്ങളുടെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക്, ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട്, ഇനി കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗജന്യ നിരക്കിൽ വളം ഉൾപ്പെടെ നൽകുന്നത്, അല്ലെങ്കിൽ തീറ്റപ്പുല്ലിന് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കിണർ റീചാർജിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ധനസഹായ പദ്ധതികളുണ്ട്. ഇനി പഠനമുറി നിർമ്മാണം, പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് 2 ലക്ഷം രൂപയാണ് പഠനമുറി നിർമ്മാണത്തിന് വേണ്ടി നൽകുന്നത്. ഇങ്ങനെ 30ഓളം വരുന്ന ക്ഷേമ പദ്ധതികളിൽ അപേക്ഷ വെച്ചവരുണ്ടാകും. നമുക്കറിയാം, ആട്ടിൻകൂട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മുട്ടക്കോഴി വളർത്തലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, മത്സ്യക്കുഞ്ഞ് വളർത്തലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്കീമിലേക്ക് അപേക്ഷ വെച്ചവരുണ്ടാകും. ഒരുപക്ഷെ അതിൻ്റെ ലിസ്റ്റ് ഒരുപാട് വൈകിയാണ് ഈ പ്രാവശ്യം പ്രസിദ്ധീകരിക്കുന്നത്. ആനുകൂല്യങ്ങൾ ഓരോ കുടുംബത്തിലേക്കും, അതായത് ഏതെങ്കിലും പദ്ധതിയിൽ ഉറപ്പായിട്ടും ഒരു വീട്ടിൽ നിന്ന് അതിന് കൃത്യമായിട്ട് സെലക്ഷൻ ഉണ്ടാവണം എന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ക്രമീകരണം വരുത്തിയിട്ടുള്ളത്. ഓൺലൈൻ വഴിയുള്ള വിലയിരുത്തലൊന്നുമല്ല. നമുക്കറിയാം, വാർഡ് മെമ്പർ, അതോടൊപ്പം തന്നെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, അതോടൊപ്പം തന്നെ ആശാ വർക്കർമാരുണ്ടാകും, മറ്റ് പ്രതിനിധികളുണ്ടാകും. ഇവരെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മളുടെ അപേക്ഷ പരിഗണിച്ച് അതിൽ കൃത്യമായിട്ട് മാർക്ക് നൽകി കൂടുതൽ മാർക്ക് നേടുന്ന നിശ്ചിത എണ്ണം ഗുണഭോക്താക്കളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആക്ഷേപമുണ്ടെങ്കിൽ ലിസ്റ്റ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് പരാതികൾ പറയുന്നതിനുള്ള അവസരമായിട്ട് ഗ്രാമസഭകളെ കാണുകയും വേണം. വരും ദിവസങ്ങളിലെല്ലാം ഗ്രാമസഭകൾ കൂടുതൽ സജീവമായിട്ട് നടപ്പിലാകും. എല്ലാവരും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഗുണഭോക്താക്കളായവരെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ തുടർന്നുള്ള അറിയിപ്പുകളുണ്ടാകും. ആനുകൂല്യത്തിൻ്റെ വിതരണം ഏത് രീതിയിലാണ് എന്നൊക്കെയുള്ള അറിയിപ്പുകളുണ്ടാകും. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നമുക്ക് ലഭ്യമാകേണ്ട കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ അത് ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി തന്നെ ശ്രദ്ധിക്കണം. 2023-24 ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള തുക വകയിരുത്തിയിട്ടുള്ള വിവിധ ക്ഷേമ പദ്ധതികളുടെ വിതരണമൊക്കെയാണ് ഇനി ആരംഭിക്കാൻ പോകുന്നത്. ചിലയിടത്ത് ആരംഭിച്ചും കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതനം ജോസ് സൈനിങ് ഓഫ്.